അത്ര ഈസി ആയിരുന്നില്ല ഓണ്ടർപ്രണർഷിപ്പ് ജേർണി എന്ന് പറയുന്നത്. 2018 മെയ്യിൽ കമ്പനി തുടങ്ങി, ഓഫീസ് തുടങ്ങി. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കേരളത്തിൽ എന്താ പറയുക, ഫ്ലഡ്, ഡാമിൽ നിന്ന് വെള്ളം കൂടിയിട്ട് ഫ്ലഡ് അലർട്ട് 2018. ആ ഫ്ലഡ് ഞങ്ങളുടെ വീട് ഈ ഏരിയയിൽ ഇരിക്കുന്നതുകൊണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് വെള്ളം വന്നില്ല. പക്ഷെ നമ്മുടെ ചുറ്റും മഞ്ഞപ്പുറ, തവളപ്പാറ തുടങ്ങി നമ്മുടെ ചുറ്റും എല്ലായിടത്തും വെള്ളമാണ്. ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല, വണ്ടികളിൽ പെട്രോൾ ഇല്ല. അപ്പം അപ്പൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ പുറത്ത് പോയിട്ട് വന്ന അപ്പൻ പറയുന്നത് എനിക്ക് നെഞ്ച് വേദനയാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പറയണം. ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, ചാർജ് ഇല്ല. അപ്പുറത്തെ വീടുകളിൽ പോയി വണ്ടി നോക്കുമ്പോൾ അവരുടെ കയ്യിലൊന്നും പെട്രോൾ ഇല്ല, വണ്ടി എടുക്കാൻ പറ്റില്ല. പിന്നെ റോഡിൽ കയറി നിന്ന് വണ്ടി വരണ കൈ കാണിച്ച് ഒരു വണ്ടി വന്നു. ആ വണ്ടിയിൽ അപ്പനെ ക്ലിനിക്കിൽ എത്തിക്കുമ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് 2-3 മണിക്കൂറായിരുന്നു നെഞ്ചുവേദന വന്നിട്ട്. അപ്പോൾ അവർ ഇതിൽ എന്താ പറയുക, വേരിയേഷൻ ഉണ്ട്, നിങ്ങൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറയണം. കൊണ്ടുപോകാൻ വണ്ടിയില്ല. ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി. അപ്പം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ എൻ്റെ അനിയൻ എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമുണ്ട്, ജസ്റ്റ് ഉണ്ടാവുന്ന സ്ഥലമുണ്ട് പമ്പിൽ, അവിടെ ഉണ്ടാവും, നീ അവനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച ആളാണ്. ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൻ്റെ പുറത്തിറങ്ങി. ഒരു ബൈക്കിന് കൈ കാണിച്ച ബൈക്കാരൻ എന്നെ പമ്പിൽ കൊണ്ടുപോകുന്നു. ഞാനും കിച്ചുണ്ട്, കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയി. അപ്പം അവിടെ ജസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞടാ അപ്പന് ചെസ്റ്റ് പെയിൻ വന്നു, വേരിയേഷൻ ഉണ്ട്, നീ വേഗം അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ക്യാഷ് കൊടുക്കണം, ഞാൻ ATM നിന്ന് ക്യാഷ് എടുത്തിട്ട് വരാൻ പറയണം. എന്നിട്ട് ഈ ബൈക്കിൽ ചേട്ടൻ, എനിക്കിപ്പോൾ ആ ചേട്ടൻ്റെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ചേട്ടൻ എന്നെ ATM കൊണ്ടുപോയി. ജംഗ്ഷനിൽ ATM പോകുമ്പോൾ 2 ATM ക്യാഷ് ഇല്ല. നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായാലും അതൊന്നിനൊന്നും ഒരു ചില സമയങ്ങളിൽ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോഴുള്ള ഒരവസ്ഥയില്ല. എന്നിട്ട് ആ ചേട്ടൻ തന്നെ തിരിച്ചെന്നെ ഹോസ്പിറ്റലാക്കി. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അപ്പന് ഓക്സിജൻ സിലിണ്ടർ വെച്ചേക്കാണ്. എന്നോട് സംസാരിച്ച് നീ പോയി ജസ്റ്റിനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വിട്ട അപ്പൻ പിന്നെ ഓക്സിജൻ സിലിണ്ടറാണ്. അവിടെ കിടന്ന് ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പുറയിലെ ക്ലിനിക്കാണ്. അവിടെ കിടന്ന് നല്ല ബഹളമായിരുന്നു എൻ്റെ അനിയൻ. കാരണം ആംബുലൻസ് ഉണ്ട്, ഡ്രൈവർ ഇല്ല, അപ്പനോ ഹോസ്പിറ്റലിൽ മൾട്ടി സ്പെഷ്യാലിറ്റി കൊണ്ടുപോകണം, ട്രാൻസ്ഫർ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. അതിന് ആരൊക്കെയോ ഓട്ടോ വിളിച്ചു, ആരൊക്കെയോ വണ്ടി വിളിച്ചു, വണ്ടിയില്ല, പെട്രോൾ ഇല്ല, വിളിച്ചിട്ട് കിട്ടണില്ല. ഹോസ്പിറ്റലാകും പറയേണ്ട എല്ലാ റിസ്ക് ഞാൻ എടുത്തോളാം, ഞാൻ ഡ്രൈവറാണ്, ഞാൻ ഈ വണ്ടി ഓടിക്കട്ടെ, അവരിൽ ഒരു ആംബുലൻസിൽ ഓടിക്കട്ടെ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. പിന്നെ ഒരുപാട് ലേറ്റായിട്ട് ഒരു ഡ്രൈവർ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ആ ആംബുലൻസ് കയറ്റുമ്പോഴേക്കും ഞങ്ങളുടെ തന്നെ അയൽക്കാരനായ ഒരു ചേട്ടൻ, ആ ചേട്ടൻ ആരോ പറഞ്ഞ് കേട്ടിട്ട് വലിയ ആംബുലൻസും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ആ വലിയ ആംബുലൻസ്, കാരണം വലിയ ആംബുലൻസ് വേണമായിരുന്നു, എല്ലായിടത്തും വെള്ളമാണ്, ചെറിയ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ വലിയ ആംബുലൻസിൽ അപ്പനെ കയറ്റി കൊണ്ടുപോയി. അപ്പന് ഓക്സിജൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ എന്തോ, എനിക്കിപ്പോഴും മെഷീൻ്റെ പേര് ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കണം ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പന് ബോധമില്ല. ഞാനും കിച്ചും ആ സൈഡിലിരുന്ന് കരയുണ്ട്. അങ്ങനെ കുറേ ദൂരം പോയി. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഇവ ഞെക്കിയിട്ട് പമ്പ് ഇതാവണില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ആ ഹോസ്പിറ്റലിലെത്തിയിട്ട് അവർ പറഞ്ഞ അപ്പം പോയിന്ന്. തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അമ്മി ചോദിക്കുന്നു ജോയി എവിടെയെന്ന്. എനിക്ക് ആൻസർ ഇല്ല. ആ ഒരു നൈറ്റ് ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ലാണ്ട് ഇരുട്ടത്ത് ഇങ്ങനെ ഇരുന്നു. ഞങ്ങളെല്ലാവരും കൂടി, ഞാനും ജസ്റ്റിൻ, അപ്പു, കിച്ചു, ലീലാമ്മയൊക്കെ, 2-3 ബന്ധുക്കൾ മാത്രം. അടുത്തിരുന്ന ബന്ധുക്കൾ നാളെ ചായക്ക് ബിസ്ക്കറ്റ് കൊടുത്താൽ പോരെ, ചായ ഏൽപ്പിച്ചോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കണ്ട്. പിറ്റേ ദിവസം ആംബുലൻസിൽ അപ്പനെ കൊണ്ടുവന്നു.
ആ ഒരു അപ്പം പോയതോടെ പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങി, ഓക്കെ ഇനി ഞാനാണ് ഈ വീട്ടിലെല്ലാം, അല്ലെങ്കിൽ ഞാനാണ് ഇനി അപ്പനും അമ്മച്ചിക്ക് ഇങ്ങനെയാണ്, അപ്പൻ പോയി, ഞാനാണ് ഇനി എല്ലാ കാര്യം, ഞാനാണ് മൂത്തത്, ഞാനാണ് എല്ലാ കാര്യവും ചെയ്യേണ്ടത് പറഞ്ഞ് അങ്ങനെ എന്താ പറയാ ലീഡർഷിപ്പ് ഏറ്റെടുക്കായിരുന്നു. വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഞാൻ. ശേഷം ഓൾറെഡി ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സായി. ഈ പക്ഷേ ഈ ഫ്ലഡ് വന്നതിൻ്റെ കാരണം അന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയാണ്, കേരളമാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പാക്കേജ് കുറഞ്ഞു, ഒരുപാട് ക്യാൻസലേഷൻ വന്നു, കുറേ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അതേ സർവൈവ് ചെയ്തു കേട്ടോ. അങ്ങനെ സർവൈവ് ചെയ്ത് പിന്നെ ആ ഒരു സർവൈവൽ പിന്നെ നിറയെ പാക്കേജായി, ഒരുപാട് പാക്കേജായി, ഒരുപാട് ഗസ്റ്റ്, ഒരുപാട് നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുക, എൻ്റെ ഡി ഡി എച്ചിൻ്റെ അക്കൗണ്ടിൽ എത്ര വന്നു എന്ന് പോലും എനിക്ക് അറിയാത്ത അത്ര, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാത്ത അത്രയും പോലും അത്രയും നല്ല രീതിയിൽ കമ്പനി റണ്ണായി. അങ്ങനെ 2018 കഴിഞ്ഞ് 2019 കഴിഞ്ഞു. 2020 കോവിഡ് വന്നു. പിന്നെ പിന്നെ അപ്പം മരിച്ച ശേഷം എനിക്ക് പിന്നെ എനിക്ക് മഴയോട് ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടിയായി തുടങ്ങി. അങ്ങനെ 2020 കോവിഡ് വന്നു, എല്ലാം ലോക്ക്ഡൗൺ ആയി. ലോക്ക്ഡൗൺ ഒന്ന് കഴിഞ്ഞ് സെറ്റായി വന്ന് 2019-20 കോവിഡ് വന്നു. അതെല്ലാം കഴിഞ്ഞ് സെറ്റായി ഒരു കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ മാറി വരുമ്പോഴാണ് എൻ്റെ അനിയൻ ജസ്റ്റ്, അവൻ ടാക്സി ഡ്രൈവർ, എൻ്റെ ഗസ്റ്റുകളെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കോവിഡ് ആകുമ്പോൾ പിന്നെ ഗസ്റ്റുകളില്ലല്ലോ, വീണ്ടും ക്യാൻസലേഷൻ ബുദ്ധിമുട്ടുകളെല്ലാം. അപ്പോൾ അവൻ പിന്നെ വീട്ടിലോട്ട് വരാണ്ടായി. അവൻ ഫുള്ള് കോവിഡ്, കാരണം അമ്മിച്ചോളൂ അവൻ തന്നെ പറയും, എല്ലാവരും ഇല്ലേ ഇത് വരണ്ട, ഇത് ആർക്കും എൻ്റെ നിന്ന് കോവിഡ് വരണ്ട, അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിൽ വരണില്ല പറഞ്ഞവൻ വീട്ടിൽ വരില്ല. അവൻ കോവിഡ് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുക, എല്ലായിടത്തും കൊണ്ടുവരിക എന്നുള്ളൊരു ഇതായി. എയർപോർട്ടിൽ വരുന്നവരെ പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക അവരുടെ സ്ഥലത്ത്. അങ്ങനെയാണ് ഒരു ദിവസം. അപ്പം കോവിഡ് നല്ല ഇതിൽ നിൽക്കുന്ന സമയമാണ്, റെസ്ട്രിക്ഷനുള്ള സമയമാണ്, നല്ല മഴ. എനിക്ക് മഴ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് പറഞ്ഞില്ലേ. അപ്പോൾ ഫ്ലഡ് അലേർട്ട് ഉണ്ട് പറയണു, എനിക്ക് ഭയങ്കര പേടി. അപ്പം ഞാൻ അവനോട് 2-3 ദിവസം മുമ്പ് മുതൽ പറയണ്ടടാ വീട്ടിൽ വാ, നീ ഇത് ചെയ്യണ്ട, എനിക്ക് പേടിയാണ്, നീ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവനടി ഞാൻ വന്നാൽ ശരിയാവില്ല, കോവിഡ് ആളുകളെയൊന്നും ഞാൻ കൊണ്ടുപോകണം, നിങ്ങൾക്കൊക്കെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞവൻ. എന്നിട്ട് വാ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവന് മെസ്സേജ് ചെയ്തുടാ, നീ വാടാ അല്ലെങ്കിൽ ശരിയാവൂലടാ, ഫ്ലഡാണ്, എനിക്ക് ഭയങ്കര ട്രോമയായി. ഫ്ലഡ് എന്ന് പറഞ്ഞ, മഴ എന്ന് പറഞ്ഞാൽ, ഫ്ലഡ് പറഞ്ഞ ഭയങ്കര ട്രോമയായി. ഞാൻ പറഞ്ഞു വാടാ പറഞ്ഞപ്പോൾ അവൻ ഇല്ല, വരുന്നില്ല പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ വെച്ചു. കിച്ചു ഓൾറെഡി എൻ്റെ വീട്ടിൽ പോയി, ഞാൻ കാലടിയിലാണ് താമസിക്കണത്. അപ്പോൾ ഫോൺ വെച്ചു. പക്ഷെ എനിക്ക് അതിന് ശേഷം എനിക്ക് അന്ന് പിന്നെ ഞാൻ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂ, എനിക്ക് ഭയങ്കര സ്റ്റൊമക്കിന് ഭയങ്കര അപ്സെറ്റ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ്, ഒരു റീസണും ഇല്ലാണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ്, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അവസാനം ഞാൻ 2 മണിയൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങിയില്ല. ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആശു വിളിക്കുകയാണ്. അപ്പോൾ കിച്ചു അവിടെയാണല്ലോ. അനിയൻ്റെ വൈഫ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി വേഗം വാ, ജസ്റ്റിന് ആക്സിഡൻ്റ് ആയി, ആരോ വിളിച്ചു, എന്താ അറിയണില്ല, ചേച്ചി വേഗം വാ പറഞ്ഞു. രാത്രി 2-2:30 ആയപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഞാൻ എങ്ങനെയോ വീട്ടിലെത്തി.
വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ പറയാണ് വണ്ടി ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോയി, പോലീസുകാർ വിളിച്ചു, ജസ്റ്റ് എന്നെ വിളിച്ചിട്ട് എടുക്കണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ തന്നെ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായല്ലോ, ആരാണ് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പോലീസാണ്, ആ വണ്ടിയിലുള്ള വണ്ടിയും വണ്ടിയുടെ ആളും, വണ്ടിയിൽ വന്ന ആള് മരിച്ചുപോയി, വണ്ടി വെള്ളത്തിൽ ഒഴുകിപ്പോയി. ആ നിമിഷം തൊട്ട് പിറ്റേ ദിവസം ഉച്ച 12-12:30 വരെ അവൻ നന്നായിട്ട് സ്വിം ചെയ്യുന്ന ആളാണ്. എവിടെയെങ്കിലും കയറിയിരിക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും, അവനൊന്നും പറ്റിയുണ്ടാവില്ല എന്നൊക്കെയാണ് വിശ്വസിച്ചത്. പക്ഷെ പിന്നെ അവൻ വന്നത് ആംബുലൻസിലാണ്. അതോടുകൂടി ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, അതോടുകൂടി ഞാൻ ശരിക്കും തളർന്നു പോയി. അപ്പം പോയി എൻ്റെ ഒരു ട്രോമയിൽ നിന്ന് സർവൈവ് ചെയ്യാത്ത ഒരാള് ഒരുപാട് നാള് ജീവിക്കേണ്ട സ്വന്തം ബ്രദർ പോകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും. അവനെയും കൊണ്ടുവന്നത് ആംബുലൻസിലാണ്. അതിനുശേഷം എനിക്ക് ആംബുലൻസ് ഭയങ്കര പേടിയാ. ഈ മൂമെന്റ് വരെ ഞാൻ ആംബുലൻസിന്റെ ശബ്ദം കേട്ടാ ഞാൻ ശരിക്കും ഒരു ട്രോമ സ്റ്റേജിലേക്ക് എൻ്റെ മൈൻഡ് അങ്ങനെയും മാറും. അടിപൊളിയായിരുന്നു. കുറേ സ്വപ്നങ്ങളും കുറേ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരാള്. അങ്ങനെ അവനും പോയി. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി. എൻ്റെ ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി. പിന്നെ എല്ലാം എൻ്റെ തലയിലാണ് എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. ഞാനാണ് എൻ്റെ അനിയൻ്റെ വൈഫും എൻ്റെ കിച്ചും ലീലാമ്മയും മാത്രമുള്ളൊരു അത് ഫുള്ള് ഞാനാണ് ഇനി നോക്കണ്ടേ, ഞാനാണ് അന്വേഷിക്കേണ്ടത്, ഞാനാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഒരു എന്താ പറയാ 2 വർഷം മുമ്പ് വരാം. പക്ഷെ എൻ്റെ അമ്മച്ചി പോകും. പക്ഷെ 1 വർഷം മുമ്പ് എൻ്റെ അമ്മച്ചി മരിച്ചപ്പോ ഞാൻ മനസ്സിലായി, ഞാൻ ചിന്തിച്ചു വെച്ചൊക്കെ തെറ്റായിരുന്നു. അങ്ങനെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒന്നല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനറിയാം. ഞാൻ അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും മെച്ചുവേർഡായി, എൻ്റെ മോനടക്കം എല്ലാവരും സെറ്റാണ്. എൻ്റെ ചിന്താഗതികളാണ് മാറ്റേണ്ടത്. അപ്പോൾ കോവിഡ് ടൈം ഫ്ലഡ് സർവൈവ് ചെയ്ത് വന്നപ്പോഴേക്കും കോവിഡ് സർവൈവ് ചെയ്ത് വന്ന് കോവിഡ് എൻ്റെ അനിയൻ പോയ ശേഷമാണ് കേട്ടോ ശരിക്കും എനിക്ക് കുറേ റിയലൈസേഷൻ ഉണ്ടാവുന്നത്. കമ്പനീനെ കുറിച്ചും അതിൽ വന്ന അസറ്റ് എത്രയ്ക്കായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻകം എമൗണ്ട് പ്രോഫിറ്റ് ഒക്കെ അപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും ആ ടൈം വരെ എൻ്റെ അനിയൻ വെച്ച ശേഷം ഞാൻ അസറ്റ് അല്ലെങ്കിൽ വരുന്ന ഇൻകം റീചെക്ക് ചെയ്യുന്നവരെ കമ്പനിക്കൊരു പാർട്ണറും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പാർട്ണർ കംപ്ലീറ്റ്ലി ചീറ്റ് ചെയ്യായിരുന്നു. ഫിനാൻഷ്യലി നല്ല രീതിയിൽ കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പാർട്ണർഷിപ്പ് വിടുകയാണ് ഉണ്ടായത്. പക്ഷെ പാർട്ണർഷിപ്പ് വിട്ടപ്പോൾ എനിക്കുണ്ടായ വീണ്ടും ഒരു പ്രശ്നം എന്താ വെച്ചാൽ
ഒരുപാട് ഗസ്റ്റുകൾ നമ്മളെ വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻസലേഷൻ ചെയ്ത ആളുകൾ ഫ്ലഡ് ടൈമിലും കോവിഡ് ടൈമിലും ഒക്കെ നമുക്ക് ക്യാൻസലേഷൻ ചെയ്ത ആളുകളുടെ എമൗണ്ട് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ തലയിലായി. പക്ഷെ അതെല്ലാം ഞാൻ എന്താ പറയുക, എല്ലാവരും അത് ഈ ക്യാൻസൽ ചെയ്ത എല്ലാവരും ട്രാവൽ ചെയ്തു. എല്ലാവരുടെയും എമൗണ്ട് ഞാൻ വീണ്ടും DTHലിരുന്ന് പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസ മുഴുവൻ അവരെ ക്യാൻസലേഷൻ്റെ അല്ലെങ്കിൽ അവരെ ചെയ്ത എമൗണ്ടിനെ ഈക്വലൈസ് ചെയ്ത് എല്ലാം അവരുടെ എല്ലാ പാക്കേജും ചെയ്തു കൊടുത്തു, എല്ലാം സെറ്റാക്കി കൊടുത്തു. എല്ലാം ഞാൻ തന്നെ എഫേർട്ട് എടുത്ത്, ഞാൻ തന്നെ പണിയെടുത്ത്, ഞാൻ തന്നെ എല്ലാം ചെയ്തു. വീണ്ടും കമ്പനിയുടെ ഇൻകം കൂടി തുടങ്ങി, ഒരുപാട് നല്ല ഗസ്റ്റുകളായി. എനിക്ക് ടൂർ ഓപ്പറേറ്റർ അവാർഡ് കിട്ടി, സബ് കോണ്ടിനെൻ്റൽ അവാർഡ് കിട്ടി, കുറേ നേച്ചർ കൺസർവേഷൻ ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നല്ല നല്ല റിവ്യൂസ്, ഒരുപാട് നല്ല നല്ല പ്രീമിയം ഗസ്റ്റുകൾ വരാൻ തുടങ്ങി. കോവിഡിന് ശേഷം സൗത്ത് ഇന്ത്യ എന്നുള്ളത് ഓൾ ഓവർ ഇന്ത്യ ഇൻ്റർനാഷണലായി തുടങ്ങി. ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സാണ്, ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് കൂടുതൽ. എല്ലാ ലൊക്കേഷനും അല്ലെങ്കിൽ എല്ലാ ഡെസ്റ്റിനേഷനും ഡൊമസ്റ്റിക്കായാലും ഇൻ്റർനാഷണൽ നല്ല റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ ട്രസ്റ്റ് വർത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു കുറേ പറയാനുണ്ടെങ്കിലും എന്താണ് DDH അല്ലെങ്കിൽ DDHൻ്റെ DDHൻ്റെ CEO ഫൗണ്ടറായ ഈ ജൂലി ജോയ് ആട്ടക്കാരൻ എന്നുള്ള ഒരു ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ് സർവൈവ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഗസ്റ്റുകളുള്ളത്, എൻ്റെ ലൈഫ് ഞാൻ എന്തൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ മോൻ വളരുമ്പോഴായാലും അവന് ഐഡൻറ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും സർവൈവൽ ഉണ്ടല്ലോ എന്ന് എല്ലാവരും അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ചെറിയ ഇതേപോലെയുള്ള സ്റ്റോറീസൊക്കെ ഇടാൻ തുടങ്ങി. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളിൽ നിന്ന് വളരെ 0.1% മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഷെയർ ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നല്ലതും. അങ്ങനെ ഞാൻ ഷെയർ ചെയ്താൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവും, എന്താ പറയുക, ഒരുപാട് ആളുകളെ ഞാൻ ഹേർട്ട് ചെയ്യുന്ന പോലെയാവും. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആസ് എ വുമൺ ഓൺടർപ്രണർ എൻ്റെ സർവൈവൽ എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെ ഫേസ് ചെയ്തു, ഞാൻ എന്താണ്, എൻ്റെ കമ്പനി എന്താണ്, എൻ്റെ മോട്ടീവ് എന്താണ് എന്ന് എനിക്ക് എല്ലാവരോടും കുറച്ച് ഷെയർ ചെയ്യണം തോന്നി. അതൊട്ട് വീഡിയോയിൽ നടക്കാത്തത് കൊണ്ടാണ് ചെറിയ കുട്ടി വീഡിയോ ആയിട്ട് ചെയ്തത്. എൻ്റെ വീഡിയോ കണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി കണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് പേര് എന്നെ വിളിച്ച ആളുകളുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. എല്ലാവരും ഒരാളും എൻ്റെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ജോലി പ്രൗഡാണ്, നീ അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം, എനിക്കൊരു ഹാപ്പിനെസ് ആണത്. ഗ്ലോബൽ വുമൺ കോൺഫറൻസിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ സ്പീക്കറായിരുന്നു ഞാൻ. അപ്പോൾ ആസ് എ വുമൺ ഓൺടർപ്രണർ അതിൽ ഞാനിങ്ങനെ എൻ്റെ സ്റ്റോറി ഞാൻ ആ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ പറഞ്ഞു തുടങ്ങി പിന്നെ പടക്കം ചടച്ചടേന്നൊന്ന് പറഞ്ഞു ഞാൻ. കാരണം എനിക്കിഷ്ടംപോലെ പറയാനില്ലല്ലോ, അതിലൊന്നും ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞു തീരുമ്പോൾ എനിക്ക് മുമ്പിലുള്ളവരൊന്നും കാണുന്നില്ല, എനിക്ക് എൻ്റെ ലൈഫ് മാത്രമേ ഉള്ളൂ. ഞാൻ PPTയിൽ ഇങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ എല്ലാം പറഞ്ഞു, താങ്ക് യു സോ മച്ച് പറഞ്ഞു, തിരിച്ച് ചേറിപ്പോയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ ഈവെൻറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത് ഡുബെ സാറ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ ഹെഡ് ഓഫ് ദ ടീമാണ്. ഇറങ്ങി വന്നപ്പോൾ ജൂലി സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഫോറിനേഴ്സ് എല്ലാം വന്ന ഫോറിനേഴ്സ്ക്ക് ഒരുപാട് ഇന്റർനാഷണൽ ക്ലയൻസ് ഉണ്ടായിരുന്നു. ഫോറിനേഴ്സൊക്കെ എഴുന്നേറ്റ് കൈയടിക്കായിരുന്നു പറഞ്ഞു. ആ എഴുന്നേറ്റ് കൈയടിയില്ലേ, അതാണ് എൻ്റെ കോൺഫിഡൻസ്, അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അങ്ങനെ ഒരു ഇൻസ്പിറേഷനിലാണ് എൻ്റെ ലൈഫ് പോകുന്നത്. എനിക്ക് എത്ര തളർച്ച വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും
ഞാൻ ഫെഡപ്പ് ആവില്ല. ചിലപ്പോൾ കരയായിരിക്കും, ഒറ്റപ്പെടലുണ്ടാവുമായിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അതിനെ സർവൈവ് ചെയ്തിരുന്നൊരു ജൂലി ജോയ് ആട്ടക്കാരനുണ്ട്. അത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം തോന്നുന്നു. അത്രയേ ഉള്ളൂ. ഓ, ബൈ. താങ്ക് യു.